ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലെ ജീസാനിലുള്ള നോർത്തേൺ സീ പാർക്കിലാണുള്ളത്. ഞാൻ ഈ പാർക്കൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജീസാൻ എയർപോർട്ടിൽ നിന്നൊരു 3.5 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഉള്ളത്. ഒരുപാട് ഏക്കറിലുണ്ട് ഈ ഒരു പാർക്ക്. നമുക്കൊരു 2 മണിക്കൂർ നടന്ന് കാണാൻ മാത്രമുണ്ട്. ഈ പാർക്കിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതുവഴിയാണ് നമ്മൾ പാർക്കിലോട്ട് എൻ്റർ ആവേണ്ടത്. നാട്ടിലാണെങ്കിൽ നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ പെർമിഷൻ ഇല്ലയെന്ന് തോന്നുന്നു. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, വീഡിയോ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിന് ഫീസ് കെട്ടണമെന്ന് തോന്നുന്നു. ഓരോ സ്ഥലത്തും ഓരോ നിയമമല്ലേ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആക്ച്വലി എൻ്റെ ഫോണിൽ വീഡിയോ ഓപ്ഷൻ സ്ലോ മോഷനിലോ ടൈപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് അവിടെ വരെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. എന്തോ കൈ തട്ടി പറ്റിപ്പോയതാണ്. ഇത് പിന്നെ ഞാൻ സ്പീഡാക്കാൻ നോക്കിയപ്പോൾ ഒരു സുഖമില്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഒരു ഷേക്ക് ആവുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഈ സെയിം ഇതിൽ തന്നെ ഇട്ടു. ഇതിലിങ്ങനെ നടന്ന് ഈ ലാസ്റ്റിലെത്തുമ്പോൾ അവിടെ സൗദിയുടെ ഒരു വലിയ ഫ്ലാഗ് ഉണ്ട്. എത്ര ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഫ്ലാഗ് കാണാൻ പറ്റും കേട്ടോ. വലിയ ഫ്ലാഗാണ്, കണ്ടില്ലേ? ഒരുപാട് മീറ്ററിലാണ് ഇതുള്ളത്. ഇത് ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ മക്കൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാറൊക്കെ യൂസ് ചെയ്യാം. 1 അവറിനായിട്ടാണ് പൈസ വരുന്നത്. അതിലും കുറച്ചുകൂടി വലിയ മക്കൾക്കാണെങ്കിൽ സൈക്കിളുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഈത്തപ്പനകളുണ്ട്. നല്ലൊരു വ്യൂ ആണ് നമുക്ക്. ഇതൊക്കെ കാണണം. വെറുതെ സൗദി അറേബ്യയിൽ വന്നിട്ട് റൂമിനകത്ത് തന്നെ കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങണം. ഈ ഒരു ലോകമൊക്കെ ഒന്ന് ശരിക്കും നിങ്ങൾ കാണണം. ഇതൊന്നും കാണാൻ വരാൻ 1 രൂപ പോലും ചിലവില്ല. എൻട്രി ഫീസ് എല്ലാം ഫ്രീ ആണ്. ഇവിടെ ഇലക്ട്രിക് ബൈക്ക് എന്നാണോ ഇലക്ട്രിക് സൈക്കിൾ എന്നാണോ ഇതിൻ്റെ പേര് എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇതിൻ്റെ മുകളിലൊരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്കിത് ഓരോ മണിക്കൂറിലേക്ക് വെച്ചിട്ട് എടുക്കാം. 50 റിയാലാണ് 1 മണിക്കൂറിന് വരുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ ഇത് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇത് വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് വേറെ ഉണ്ട് അതിനപ്പുറത്ത്. പിന്നെ സൈക്കിളാണെങ്കിൽ സൈക്കിളുണ്ട്. പിന്നെ അതിലും ചെറിയ മക്കൾക്ക് ഉള്ളതുണ്ട്. എല്ലാം ഉണ്ട്. ഈ ഒരു പാർക്കിനകത്ത് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും മിസ് ചെയ്യില്ല ഇതിനകത്ത് വന്നാൽ. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു 4 ട്രാക്ക് ഉണ്ട്. ഈ 4 ട്രാക്ക് കൂടി നമുക്ക് സൈക്ലിംഗ് ചെയ്യാം. അതേപോലെ പിന്നെ ഒരു 2 ഫ്ലോറുള്ള ബസ്സുണ്ട്, ഡബിൾ ടക്കർ. അതിനകത്ത് നമുക്ക് കയറിയങ്ങാണ്ട് ഈ ഒരു പാർക്ക് മുഴുവൻ കാണാം. നടന്ന് കാണാൻ കുറച്ച് ഏജുള്ളവർക്കൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരമുണ്ട്, അത്രയും കാണാനും ഉണ്ട് നമുക്ക്. വന്നിട്ട് നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നിട്ട് ഒരു സൈഡ് കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഒരു 2-2.5 മണിക്കൂർ നടന്ന് കാണാൻ മാത്രമുണ്ട്. ഞാൻ 2 മണിക്കൂർ ഫുൾ റൗണ്ട് ചെയ്തു. പിന്നെ എനിക്ക് കാലൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ച് തിരിച്ചു പോകാമെന്ന്. എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോ കവർ ചെയ്യണം എന്നുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയാണോ പകലാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനപ്പുറത്ത് കടലാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ടൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന അവിടെ കയറി നിന്നിട്ട് നമുക്ക് അവിടെ ഐ ലവ് ജീസാൻ എന്നാണുള്ളത്. അവിടെ കയറി നിന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാം, ഫോട്ടോസ് എടുക്കാം. ഇവിടെ ഇരിക്കാനുള്ള ഇത് വാർത്തതാണുള്ളത്. അവിടെ ഇരിക്കാം. ഇവിടേക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്. എന്തോ ഭയങ്കര ഒരു സ്പെഷ്യൽ വൈബാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ചില കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളോട്ട് ഇറങ്ങി പോകാൻ പറ്റും. എന്നുവെച്ചാൽ കടലിലോട്ട് കാലൊന്നും നനയ്ക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കല്ലിട്ട് അവിടെ വരെ നിൽക്കാം. കുറേ കുട്ടികൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുകയൊന്നും ചെയ്തില്ല. ഫസ്റ്റ് ടൈം വരെയല്ലേ,
സോ അതൊന്നും ചെയ്തില്ല. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു ഓപ്പൺ ഉണ്ട്. ആ ഓപ്പൺ വഴി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. നമ്മൾ വരുമ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഇവിടെ ഭയങ്കര ആൾക്കാർ കുറവാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഇത് വർക്കിംഗ് ഡേയ്സിലായിട്ടാണെന്ന് തോന്നുന്നു. ഇത് തിങ്കളാഴ്ചയാണ്, സോ അതുകൊണ്ടായിരിക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഡബിൾ ടക്കർ ബസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ബസ്സിലാണ് എല്ലാവരും പോവാന്ന്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഈ ബസ് ഫുൾ LED ലൈറ്റെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ താഴത്തും മുകളിലൊക്കെ ആയിട്ട് ആൾക്കാരിരുന്ന് ഫുൾ അറബിക് ബാസിലൊക്കെ ഇങ്ങനെ സോങ്ങൊക്കെ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്താ ഇത് കഥ എന്ന്. പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു തന്നെ ഇവിടെ ഇങ്ങനെ ഫുൾ റൗണ്ട് ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷനാണ് അതെന്ന്. വരുന്നുണ്ട് ബസ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ ആൾക്കാരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് അടുത്തെത്താനായിട്ടില്ല. ഇന്ന് ഇതിൻ്റെ അകത്ത് ആൾക്കാരില്ല. ഇല്ലെങ്കിൽ ഈ രണ്ട് മുകളിലും താഴെയായിട്ടും ആൾക്കാരുണ്ടാവും. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് വേസ്റ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഞാൻ പറഞ്ഞ ബസ്. ഈ ബസ് പോലെയാണ് ഇവിടുത്തെ ഐസ്ക്രീം കൊണ്ട് നടക്കുന്ന വണ്ടികൾ. ഫുൾ ലൈറ്റ് ഇട്ടിട്ട് റോഡിൻ്റെ സൈഡിലെല്ലാം പാർക്ക് ചെയ്തിടും. അത് ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയ വീഡിയോയിൽ. നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. എനിക്കിതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ വന്ന് പോകുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളാവും നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അന്ന് പോയതിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാനാണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. സോ ഞാൻ അതുകൊണ്ടാണ് മാക്സിമം. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയാലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കും അച്ഛനും അതേപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും അച്ഛനും അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇന്ന സ്ഥലങ്ങളാണ്, അവിടുത്തെ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെയുള്ള ഓൾമോസ്റ്റ് ഞാൻ പോകുന്ന വഴികളൊക്കെ എനിക്ക് സുപരിചിതമായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇങ്ങനെ ഫോൺ ചെയ്യായിരുന്നു ഓരോ സ്ഥലം. ഇങ്ങനെ പറയും ഇവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഓരോരോ വഴി കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇത് അന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമല്ലായിരുന്നോ എന്ന് ചോദിക്കും. തെങ്ങുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു പാർക്കിൽ ഒരുപാട് തെങ്ങുണ്ട്. പക്ഷേ തേങ്ങയൊന്നുമില്ല. ഒരു ആരോഗ്യമില്ലാത്ത തെങ്ങ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. പിന്നെ ഇത് കരിന്നെച്ചിയാണ്. കരിന്നെച്ചി പൂത്ത് കായ്ച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ആയുർവേദത്തിൻ്റെ ഡിപ്ലോമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഈ മരങ്ങളെയൊക്കെ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, റെക്കോർഡിലേക്കൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇന്ന സാധനങ്ങളാണെന്ന്. രണ്ട് സൈഡിലും നിറയെ കരിന്നേച്ചി വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ എന്തൊരു ചെറിയൊരു മരങ്ങളാണെങ്കിൽ പോലും അതൊരു ഹൈബ്രിഡ് പോലെ തോന്നും നമുക്ക്. ഇപ്പോൾ ഈ കരിന്നേച്ചി തന്നെയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു ഒടിഞ്ഞു തൂങ്ങി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അത്രയും കെയർ ചെയ്ത് വളമൊക്കെ ഇട്ട് ഇവർ വളം ഇടുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ കൊണ്ടു നടന്നാലല്ലേ നമ്മുടെ നാട്ടിലുള്ളത് നല്ല ആരോഗ്യമുള്ളതാകും. പക്ഷെ ഇവിടെ അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നനയ്ക്കുന്നുണ്ടായിരിക്കും. ഇവർ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ്, ഈ മണ്ണിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പൈപ്പ് പോവുകയാണ്. അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി വെള്ളം വരും കുറച്ച് കുറച്ചായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ നനച്ച് കൊണ്ട് നടക്കണ്ട. ഇതൊക്കെ വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു മോൾ ഭാഗമൊക്കെ. പിന്നെ ഈ നടക്കുന്ന ഇതിൻ്റെ ഈ കാണുന്ന ഈ ആർച്ച് പോലത്തതെല്ലാം വുഡിലാണ്. ഈ ഫാൻസി ലൈറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റ് ആണെങ്കിലും അതിൻ്റെ മുമ്പിലുള്ള ആ ഒരു ഫ്രെയിമൊക്കെ മരം കൊണ്ട് തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കല്ലിട്ടത് കണ്ടോ? അവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വറ്റിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ വെള്ളമൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ചവിട്ടി നടക്കാൻ പറ്റുമായിരുന്നു വെള്ളത്തിലൂടെയൊക്കെ. ഇപ്പം അവിടെ വെള്ളമൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിലും നല്ല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും.
അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇടക്കിടക്ക് ഓരോരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, ചതുരത്തിലൊരു ഫ്രെയിം പോലെ. അവിടെ നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിന് നടുക്കൊക്കെ ആയിട്ട് ചെറിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, ഓരോന്നിനെ പറ്റി ഉള്ള. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് നടുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിൻ്റെ ബാക്കിലായിട്ട് എന്തോ ഒന്ന് കാണിക്കുന്ന സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കരിന്തച്ചിയുടെ മരങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ നഴ്സറി പോയാലും ഇത് തന്നെയാണ്. മാക്സിമം പ്ലാന്റും ഇങ്ങനെ ആയുർവേദം റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ കടലാസ് പൂവൊക്കെ അല്ലേ, പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ സൈഡിൽ അതിരിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കടലാസ് പൂ ഉണ്ടായിരുന്നു. അന്നൊക്കെ മുള്ള് വരുന്നൊക്കെ പറഞ്ഞ് ഒന്നാരി വെട്ടി നശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ വീടുകളിലും ചട്ടിയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വളർത്തുന്നതാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, അന്നൊക്കെ അമ്മ ഇങ്ങനെ വെറുതെ വെട്ടി കളഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചട്ടിയിലൊക്കെ വാങ്ങിക്കേണ്ട വന്നല്ലോ എന്ന്. ഞാൻ ഇന്ന് പുറത്ത് വരുമ്പോൾ ഫർദയൊക്കെ ഇട്ടിട്ടാണ് വന്നത്, അതുകൊണ്ടൊന്നും സെൽഫി എടുക്കാൻ പറ്റില്ലല്ലോ. നല്ല പോലെ ഡ്രസ്സായിട്ട് നമുക്ക് വരാം നമ്മുടെ നാട്ടിലെ പോലെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ച് ഉള്ളേരിയ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നമ്മളെല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് എന്തോ ഒരു ചടപ്പ് പോലെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫർദ ഇടാൻ തുടങ്ങി. എല്ലാ പാർക്കിലും ലേഡീസിന് റെസ്റ്റ് റൂം, ജെൻസിന് റെസ്റ്റ് റൂമും ഒക്കെ ഉണ്ട്. അത് നല്ല വൃത്തിയുള്ളതൊക്കെയാണ് കേട്ടോ. കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. നമുക്ക് ബാത്റൂം പോകണമെങ്കിൽ പോയി ഒക്കെ ചെയ്യാം. ഇതങ്ങ് ഒരുപാട് നടക്കാനുണ്ട്, 1.5 കിലോമീറ്ററിനടുത്ത് ഇത് കണ്ടിങ്ങനെ മുമ്പോട്ട് നടക്കാനുണ്ട്. 2 സൈഡിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ഇതുപോലെ വെച്ചിട്ടില്ലേ, അത് എനിക്ക് തോന്നുന്നു കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ചെയ്തതാണെന്ന്. ഞാൻ അത് തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. താഴെ ടൈൽസാണ് ഇട്ടത്, മുകളിൽ വുഡ്, 2 സൈഡിലും വുഡ് തന്നെയാണ്. ഒരുപാട് ലൈറ്റ് ഉണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റീൻ്റെ ചാർജ് നമ്മളെ നാട്ടിലേനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നായിട്ട് ലൈറ്റ് ഇട്ടിട്ട് അടിപൊളിയാക്കി വയ്ക്കും. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് അവരൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വയറൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഇത് കുറേ നടന്നിട്ട് ഫ്രണ്ടിലെത്തുമ്പോൾ നമ്മുടെ ഇതില്ലേ മഞ്ഞ ഓടപ്പൂ ഇല്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ ഇവിടെ ഒരുപാട് മുരിങ്ങയുടേതുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിക്കുണ്ട്, എൻ്റെ ഫ്ലാറ്റ് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടുണ്ട് മുരിങ്ങ. അതും കായ്ച്ച് നിൽക്കുന്ന നല്ല മുരിങ്ങ. ഇതൊക്കെ ഹൈബ്രിഡാണ്. ഞാൻ ഇങ്ങനെ കുറേ നോക്കി, അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഹൈബ്രിഡാണെന്നാണ്. നല്ല ക്യാമറയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. എൻ്റെ ഈ ഫോണിലെ ക്യാമറ നന്നില്ല, സത്യം പറയാമല്ലോ. ഞാൻ സാധാരണ ഫോണാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് വീഡിയോ എടുക്കുന്നതിന്, ഫോട്ടോ എടുക്കുന്നതിനൊക്കെ. ഇത് ഞാൻ ഈ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പിന്നെ എൻ്റെ ലാപ്ടോപ്പിലോട്ട് മാറ്റുമ്പോൾ അതിനകത്ത് ക്ലിയറേ ഉണ്ടാകാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നടുക്കൊരു ഇതുണ്ടെന്ന്. നമ്മുടെ അവിടെ ഫോക്കസ് മാളിലൊക്കെ, ഞാൻ കോഴിക്കോടാണ്, അതുകൊണ്ട് തന്നെ ഫോക്കസ് മാളിൻ്റെ മുമ്പിൽ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതൊക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം പോകുന്നൊരു. ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിലൊക്കെ വയറ് വലിച്ചിട്ടിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി കുറേ കൂടെ മുമ്പോട്ട് നടക്കാനുണ്ട്. ഇത് ഫുൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പാർക്കിൻ്റെ പുറത്തെത്തി. മുകളിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസാണ്.
പിന്നെ സൈഡിലൊക്കെ അവരോരോരോ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സൈഡിൽ വെച്ചത് ചിലതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് അവിടെ ഇറങ്ങി അതൊന്നും കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമാവില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെയൊക്കെ ഫസ്റ്റ് ടൈമായിട്ടോ വരുന്നത്. ഇവിടെ സൗദിയിൽ വന്നിട്ട് ഒരുപാടായെങ്കിലും അങ്ങനെ അങ്ങ് പുറത്തിറങ്ങി നടക്കുന്ന ഇതൊന്നുമില്ല. ജോലി റൂം ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. ഈ 3 മാസമായിട്ട്. ഞാൻ ഇപ്പോൾ വന്നിട്ട് 4ാമത്തെ മാസമാണ്. കുറേ അങ്ങ് നടക്കാനുണ്ട്. നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെ ഈ ഫ്രഞ്ച് ഫ്രൈസ്, അതേപോലെ മോമോസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഗാവ അതൊക്കെയാണ് കോമൺ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ദുബായിലെ പോലെ അല്ലയെന്ന്. ദുബായിന് സിസ്റ്റർ ദുബായിലാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് കേൾക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊന്നും ലേഡീസ് ഇരിക്കില്ല. അവർ കുറച്ചൊരു ഹൈഫൈ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഹൈഫൈ ആയിട്ട് നടക്കുന്നവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഈ ചെറിയ കടകളിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി എടുക്കുന്നവരും ഉണ്ട്. സാധാരണക്കാരായ സൗദികളായിരിക്കും. ഞങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗത്തൊക്കെ സാധാരണക്കാരായ സൗദികളാണ്. നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഒരുപാട് സൗദികൾ റെൻറ്റിന് താമസിക്കുന്നുണ്ട്. ഒരുപാട് നടന്നു ഇന്ന്. പിന്നെ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള, അടുത്തത് എന്തായിരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ ഇനി എന്താ കാണാനുള്ളത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. ഈ ലാസ്റ്റിൽ ഒരു ഷോപ്പുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ലേഡീസ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ അവരെന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ പോയില്ല. ഈ ചെറിയ ഷോപ്പുകാരൊക്കെ ഇങ്ങനെ ഈ കാർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് മക്കൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി റോഡെത്തി. ഇനി കുറച്ച് നടക്കാനേ ഉള്ളൂ. ഈ നടന്നിട്ട് അവിടെ ഒരു ആർച്ച് കണ്ടോ? ആ ആർച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നാട്ടിലെ മഞ്ഞ ഓട ഉണ്ട്. ഇവിടെ നമ്മളെ കണ്ടാൽ ഏകദേശം നമ്മുടെ ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളെ കണ്ടാൽ ഏകദേശം മനസ്സിലാവും തോന്നുന്നു. എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ട് മലബാറിയാണോ എന്ന്. മലബാർ ഫേമസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. അതാ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഓട കണ്ടത്. ഇത് നമ്മളെ നാട്ടിലില്ലേ, അതും പൂവൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. നമ്മളിപ്പോൾ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങാണ്. ഇനി നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കാനേ ഉള്ളൂ. വലിയ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉണ്ടാവുക. ഈ കാണുന്ന ഇതിനുള്ളിലൊക്കെയാണ് അറബി വന്നിട്ടിരിക്കുക. അറബികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. പിന്നെ അവരെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവരൊരു ഗാവ കുടിക്കുന്ന കാണാം, എന്നിട്ട് പോകുന്ന കാണാം.
പക്ഷേ ഇതല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നമാസിൻ്റെ ആണെന്ന് തോന്നുന്നു. അവർ മാറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അടുത്ത് പോയി നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് നമാസിൻ്റെ ആണ്. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒരു മാറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമാസിന് ടൈം ആയാൽ ഇതിങ്ങനെ പുറത്തോട്ട് വലിക്കാൻ പറ്റും. എന്നിട്ട് പ്രയർ കഴിഞ്ഞാൽ നമുക്കത് ഉള്ളോട്ട് തന്നെ ഇങ്ങനെ കറക്കി വെക്കാം. അതെ, മാറ്റ്. ഈ മാറ്റ് ഇങ്ങനെ നമ്മളെ ഈ പ്രയറൊക്കെ കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്കിങ്ങനെ സൈഡിലിങ്ങനെ ഇതാക്കിയിട്ട് ഉള്ളോട്ടാക്കി വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പാർക്കിംഗ് ഏരിയ ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അറബികൾ ഇരിക്കുന്നുണ്ട്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.